നമസ്കാരം. പലപ്പോഴും ആൾക്കാർക്ക് ഒരു സംശയമാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം, ഏതിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഏത് തരം ഫണ്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നത് എന്ന് നോക്കുക. അതിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. കാരണം മ്യൂച്വൽ ഫണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നതായിരിക്കും. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സ് ഉണ്ടാവും. ഏതാണോ നമ്മളുടെ ആവശ്യകത അത് മനസ്സിലാക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ യുവർ ഗോൾസ്. ആ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളോ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഗോൾസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാർ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നത്, അതുപോലെയുള്ള ഗോളുകളാവാം. അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് വരുന്ന റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആവാം, മക്കളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജ്, ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യുക നമ്മളുടെ ഗോള് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് ഫണ്ടിൽ വേണം, എങ്ങനെ വേണം എന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളുടെ റിസ്ക് ടോളറൻസ് ലെവൽ എത്രമാത്രമുണ്ട് എന്നുള്ളത്. കാരണം മ്യൂച്വൽ ഫണ്ടുകൾ പല ടൈപ്പ് ഉണ്ട്. റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, മീഡിയം റിസ്കിലുള്ളതുണ്ട്, ഹൈ റിസ്ക് ഉള്ളതുണ്ട്. ഈ ഹൈ റിസ്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കംപ്ലീറ്റ്ലി അത് പോകുന്നത്. അപ്പോൾ റിസ്ക് വളരെ കൂടുതലായിരിക്കും അതിന്. കാരണം മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഇതിൽ ഇൻവെസ്റ്റ് ആവുന്ന ഷെയർസിൻ്റെ പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് ഇതിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഈ റിസ്ക് കൂടുതലുള്ള ഫണ്ടുകൾ, ഈ മാർക്കറ്റ് റിലേറ്റഡുള്ള ഫണ്ടുകൾ എടുക്കുമ്പോൾ മാർക്കറ്റിൽ ക്രാഷ് വന്ന ടൈമിൽ നമ്മളുടെ ഫണ്ട് വാല്യൂ ചിലപ്പോൾ താഴേക്ക് പോകാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും താഴേക്ക് ആയിരിക്കാം ചിലപ്പോൾ വാല്യൂ കാണിക്കുക, നെഗറ്റീവിലേക്ക് പോകാം. ആ ഒരു ടൈമിലും എനിക്കത് ഹോൾഡ് ചെയ്തിരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ, ഞാനത് വെയിറ്റ് ചെയ്ത് അത് റിക്കവർ ആവുകയും അവിടുന്ന് ഗ്രോത്തിലേക്ക് പോകുന്നതും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ കേപ്പബിൾ ആണോ? ഈ രീതിയിലുള്ള നമ്മളുടെ ഒരു റിസ്ക് ടോളറൻസ് ലെവൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഹൈ റിസ്ക് ടേക്കറാണോ, മീഡിയം റിസ്ക് ടേക്കറാണോ, ലോ റിസ്ക് ടേക്കറാണോ, അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു റിസ്ക് ടോളറൻസ് ലെവൽ നമ്മൾ മനസ്സിലാക്കി അതിനുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ് റൈറ്റ് ടൈപ്പ് ഓഫ് ഫണ്ട്സ്. ഈ ഫണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ എക്സ്പോഷറുള്ള ഫണ്ടുകളുണ്ടാവും. പിന്നെ ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഫണ്ടുകളുണ്ടാവും. അതായത് മാർക്കറ്റ് എക്സ്പോഷർ ഉണ്ടാവും, കൂട്ടത്തിൽ തന്നെ മാർക്കറ്റിൽ റിലേറ്റഡ് അല്ലാത്ത ഡെറ്റ് കാറ്റഗറി, ആ രീതിയിലുള്ള ഒരു ഫണ്ടുകളുണ്ടാവും, ഹൈബ്രിഡ് കാറ്റഗറി ഫണ്ട്. അതിന് ഒരു മീഡിയം റിസ്ക് ആണുള്ളത്. കംപ്ലീറ്റ് എക്സ്പോഷർ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മീഡിയം റിസ്ക് ആണ് വരുന്നത്. പിന്നെ റിസ്ക് തീരെ ഇല്ലാത്ത എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ പോലും ഇല്ലാത്തത്, പക്ഷേ ഡെറ്റ് കാറ്റഗറി ഫണ്ടുകളായിട്ടുള്ള ഇതുണ്ടാവും. അതിന് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് RBI റെപ്പോ റേറ്റുകൾ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നത് വരുന്ന ടൈമിൽ അതിൻ്റെ റേറ്റുകളും ചെറിയ ഡിഫറൻസ് വരാം. പക്ഷേ അതിന് മാർക്കറ്റിൻ്റെ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് ഫണ്ട് വാല്യൂ താഴേക്ക് പോകും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ആ രീതിയിലുള്ള റിസ്ക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിന് വരുന്നില്ല. ഈ രീതിയിലുള്ള ഒരു കാറ്റഗറികളിലുള്ള ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗോളിന് അനുസരിച്ച് ഇപ്പോൾ ലോങ് ടൈം ഗോളിലേക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ റിട്ടയർമെൻറ്റ് ഫണ്ട്. ഇപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ വളരെ ഒരു വിദൂരമായൊരു ടൈം ഫ്രെയിമിലേക്കാണ് ഗോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. അതിന് റിസ്ക് കൂടുതലായിരിക്കും, പക്ഷേ കുഴപ്പമില്ല. നമ്മളെ ടൈം ഫ്രെയിം കൂടുതലായതുകൊണ്ട് തന്നെ ഈ റിസ്ക് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. പക്ഷേ ഒരു ഷോർട്ട് ടൈം ഗോളിലേക്കുള്ളതാണെങ്കിൽ, ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടിയോ ഒരു ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞ ഡെറ്റ് കാറ്റഗറി ഫണ്ടുകളോ അങ്ങനത്തെ എല്ലാം തന്നെ എടുത്താൽ മതി. ഈ ഫണ്ടുകൾ ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് അലോക്കേഷൻ കൊടുക്കുക. ഈ അലോക്കേഷൻ കൊടുക്കുന്നതും നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പാണ്. ഏത് രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്? അത് ലംസമായിട്ട് നടത്തണോ അതോ SIP മെത്തേഡിൽ നടത്തിക്കൊണ്ട് പോകുന്നതാണോ? നമ്മളിലൊരു തുക ഒരുമിച്ച് അടയ്ക്കാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ലംസം മെത്തേഡിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അല്ല, നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണ്, എല്ലാ മാസവും ഒരു വരുമാനം വരുന്നു, അതിൽ നിന്നൊരു നിശ്ചിത തുക വെച്ച് നിങ്ങൾക്ക് മാറ്റി വെച്ച് പോകാൻ പറ്റും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് SIP ആണ്. അതുപോലെ ഒരു ബിഗിനർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ SIP മെത്തേഡ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ മാസവും കൃത്യമായൊരു ഡേറ്റിൽ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കും. ഇനി ഒരു തുക ഒരുമിച്ചിട്ടിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലംസം മെത്തേഡ് നടത്തി അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് വരുന്നു, ആ എമൗണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ ടോപ്പ് അപ്പ് ചെയ്ത് പോകാനും സാധിക്കും.
ഇപ്പോൾ SIP ഇൻവെസ്റ്റ്മെൻറ്റിലും പിന്നീട് നിങ്ങൾക്കൊരു എമൗണ്ട് എക്സ്ട്രാ വരുമ്പോൾ അതിലേക്ക് ടോപ്പപ്പ് ചെയ്ത് നമുക്കിത് കൂടുതലാക്കി എടുക്കാൻ സാധിക്കും. ഈ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മോഡ് ലംസം വേണോ അല്ലെങ്കിൽ SIP വേണോ ഇത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള KYC പ്രോസസ്സ് കാര്യങ്ങളാക്കലും തുടങ്ങലും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്, ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് ഫണ്ടാണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് തരും. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് KYC രജിസ്ട്രേഷനും ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം, അത് SIP ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള മാൻഡേറ്റ് രജിസ്ട്രേഷൻ, ഈ രീതിയിലുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഈ പ്രോസസ്സുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ആൾക്കാർക്ക് ഇതിൽ മിസ്സാവുന്നൊരു ഫാക്ടറാണ്. എസ്പെഷ്യലി ഒരു ലോങ് ടൈം ഗോളിലേക്ക്, ഒരു ഫണ്ടിലേക്കൊക്കെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു, പിന്നീട് അത് വിട്ടുപോകുമെന്ന് പറഞ്ഞു വെച്ചാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ട് പോകും, നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നില്ല. അത് ശരിക്കും ഒരു നല്ലൊരു പ്രവണതയല്ല. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു റെഗുലർ ഇൻ്റർവെൽസിന് ഈ ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യലും അത് ഇവാലുവേഷൻ നടത്തുകയും വേണം. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സിൽ അതായിരിക്കും നല്ലൊരു ഫണ്ട്. ചിലപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ, 2-3 വർഷം കഴിയുമ്പോൾ ആ ഫണ്ട് ഒരു പെർഫോമൻസ് ലെവൽ ഒരു ലെവലിലേക്ക് എത്തി, അവിടെ നിന്ന് ഫർദർ ചിലപ്പോൾ അത് വലിയ ഗ്രോത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പുതിയ ഫണ്ടുകൾ ആ ടൈമിലേക്ക് വന്നിട്ടുണ്ടാവും. അതായിരിക്കാം കൂടുതൽ നമുക്കൊരു ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ നമ്മളൊരു റെഗുലർ ഇൻ്റർവെൽസിൽ ഈ ഫണ്ടുകളുടെ എല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫണ്ടുകൾ സ്വിച്ച് ചെയ്യുക, ഈ രീതിയിൽ ചെയ്യുക. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ് വെച്ച് നമ്മളത് സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഗോളുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസിലി അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നോളജും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ പെൻഡാറ്റ് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക.